Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചേ? ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയിരുന്നു? Introduction of hospital. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് അല്ലെ? ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസും ആണ് നമ്മൾ പഠിച്ചത് അല്ലെ? നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് പഠിക്കുന്നത്, ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ. ബ്ലഡ് ബാങ്ക്. ഓക്കെ, ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. അപ്പൊ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങളുടെ ആ ഒരു നമ്പർ നോക്കണ്ട കേട്ടോ, നമ്പർ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ചാപ്റ്റർ ബ്ലഡ് ബാങ്ക് എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്. അത് മാത്രം നോക്കിയാൽ മതി, ചാപ്റ്ററിന്റെ പേര് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ബ്ലഡ് ബാങ്ക്, നമ്മൾ ബ്ലഡ് ബാങ്ക് പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെ, നമ്മുടെ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. ചെറുപ്പം മുതലേ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്. 10+2 ഒക്കെ കഴിഞ്ഞ് നമ്മൾ വേറെ എന്തെങ്കിലും PSC പഠിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടും ഇത് സംബന്ധമായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്കതൊന്ന് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഈ ബ്ലഡ് ബാങ്കിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ എന്താണ് ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടാം കേട്ടോ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്ത് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. ഓക്കെ മാം, ഇത് സെക്കൻഡ് മൊഡ്യൂൾ അല്ലേ? അതെ, 20 ആയിരിക്കും ചിലപ്പോ നിങ്ങളുടെ ചാപ്റ്റർ നമ്പർ വരുന്നത്. 20 ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ബാങ്ക് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. ബ്ലഡിനെ കളക്ട് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെ. അതായത് ലഭ്യമാകുന്ന ബ്ലഡിനെ കളക്ട് ചെയ്യുന്നതും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഇടമാണ് ബ്ലഡ് ബാങ്ക് എന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം അല്ലെ. അപ്പൊ ഈ ബ്ലഡ് ബാങ്കില് എവിടെ നിന്നാണ് ബ്ലഡ് കിട്ടുന്നത്? എവിടെ നിന്നാ? ആരെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് വഴി അല്ലെ. അപ്പോ ഏതെങ്കിലും ഒരു വ്യക്തി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോ ആ ബ്ലഡ് അല്ലെങ്കിൽ ആ ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ പറയുന്ന പേരാണ് ഡോണർ. ഓക്കെ, ഏത് വ്യക്തിയാണോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഡോണർ എന്ന് വിളിക്കുന്നു. അപ്പൊ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തി ഡോണറും, ഇനി ബ്ലഡ് സ്വീകരിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, ആ സ്വീകരിക്കുന്ന ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് റെസിപ്പിയന്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലഡ് ദാനം ചെയ്യുന്ന വ്യക്തി ആരാണ്? ഡോണറും. ബ്ലഡ് സ്വീകരിക്കുന്ന വ്യക്തി ആരാണ്? റെസിപ്പിയന്റും. ഓക്കെ, അപ്പൊ പിന്നീടുള്ള ഓരോ എന്താണ് ചാപ്റ്റേഴ്സിലും നമുക്ക് ഇതിനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഡോണറും റെസിപ്പിയന്റും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഡോണർ എന്ന് പറയുന്നത് ആരാണ്? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആള് അല്ലെ, ബ്ലഡ് രക്തം ദാനം ചെയ്യുന്ന ആളാണ് ഡോണർ എന്ന് പറയുന്നത്. റെസിപ്പിയന്റ് എന്ന് പറയുന്നത് ആരാണ്? ബ്ലഡിനെ സ്വീകരിക്കുന്ന അല്ലെ, റിസീവ് ചെയ്യുന്ന, ബ്ലഡ് റിസീവ് ചെയ്യുന്ന ആളാണ് റെസിപ്പിയൻസ്. പ്രധാനമായിട്ടും എന്താണ്? പേഷ്യൻസ് ആയിരിക്കും അല്ലെ. ബ്ലഡ് ആവശ്യമായിട്ട് വരുന്നത് കൂടുതലും പേഷ്യൻസിനല്ലേ. അപ്പൊ അവരാണ് റെസിപ്പിയൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന കാര്യം ഇതാണ്. ബ്ലഡ് ഡൊണേറ്റ്, ഡോണറിന്റെ സ്പെല്ലിംഗ് ആണ് DONOR, ഡോണർ. DONOR. ഓക്കെ, റെസിപ്പിയന്റ് ആണെങ്കിൽ RECIPIENTS, റെസിപ്പിയൻസ് അല്ലെങ്കിൽ സ്വീകർത്താക്കൾ. ഓക്കെ, ഡോണർ DONOR. റെസിപ്പിയന്റ് ആണെങ്കിലോ RECIPIENT, റെസിപ്പിയന്റ്. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു, 2 ടേം പറഞ്ഞു. ഡോണർ ആരാണെന്ന് പറഞ്ഞു, റെസിപ്പിയന്റ് ആരാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ ഡൊണേഷൻ അല്ലെ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്താലല്ലേ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആരെങ്കിലും ഏതെങ്കിലും വ്യക്തികൾ ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബ്ലഡ് ഡൊണേഷൻ സമയത്ത് എന്താണ്? ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ എന്താണ്? പ്രീ ഡൊണേഷൻ ടെസ്റ്റുകൾ, അതായത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് ഈ ബ്ലഡ് ബാങ്കിൽ വെച്ചിട്ട് കുറെ ടെസ്റ്റുകളൊക്കെ ഈ ബ്ലഡിന് ചെയ്യുന്നുണ്ട്.
അപ്പൊ അവിടെ അതുപോലെ തന്നെ ഈ വരുന്ന ഡോണർ ആരാണോ ബ്ലഡ് കൊടുക്കാനായിട്ട് വരുന്നത് ആ വ്യക്തിക്കും ചില റീ ഡൊണേഷൻ ചെക്കപ്പുകൾ നടത്താറുണ്ട്. എന്തിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെക്കപ്പുകളാണെന്ന് പ്രധാനമായിട്ടും നടത്തുന്നത്? നമ്മൾ ബ്ലഡ് കൊടുക്കാനായിട്ട് ഒരു ബ്ലഡ് ബാങ്കിലേക്ക് ചെന്നു. അപ്പോൾ അവർ ആദ്യം എത്ര വയസ്സാണെന്ന് ചോദിക്കും അല്ലെ. അപ്പൊ എത്രയാണ്? അവിടെ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. അത് എത്ര മുതൽ എത്ര വയസ്സ് വരെയാണ്? 18 to 65 years വരെയാണ്. ഓക്കെ, എന്താണ് 18 മുതൽ 65 വയസ്സ് വരെയാണ് ആ ഒരു ഏജ് ലിമിറ്റ്, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ദെൻ അവിടെ ഉണ്ടാവും വെയിറ്റ് ചോദിക്കും. വെയിറ്റ് നോക്കും അവര്. എത്ര വെയിറ്റ് ഉണ്ടാവണം? 45 കിലോഗ്രാം, 45 കിലോഗ്രാമിന് മുകളിലായിരിക്കണം വെയിറ്റ് ഉണ്ടാവേണ്ടത്. ദെൻ അതുപോലെ തന്നെ ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിട്ടുള്ള ആളായിരിക്കണം അല്ലെ. വളരെ നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്താ, എന്തെങ്കിലും ഡിസീസുകൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ എന്തെങ്കിലും ഡിസീസുകൾ ഉണ്ടോ എന്നുള്ള ചെക്കപ്പുകളൊക്കെ ചെയ്തിട്ടാണ് എന്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് അല്ലെ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ആ പേഴ്സൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഈ ബ്ലഡ് എത്ര മാസത്തിനുള്ളിലാണ് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുക? എത്ര മാസം കൂടുമ്പോഴാണ്? ഓരോ 3 മാസം. ഓക്കെ, 3 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അങ്ങനെയാണ്. അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് 3 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഇനി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര ml ബ്ലഡ് ആയിരിക്കും അവിടെ എടുക്കുക? അറ്റ് എ ടൈം ഒരു സമയം ഒരു പ്രാവശ്യം 300 ml ബ്ലഡ് ആണ് കേട്ടോ എടുക്കുന്നത്. 300 ml ബ്ലഡ് ആണ് ഒരു പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ അവിടെ എടുക്കുന്ന ആ എമൗണ്ട് എന്ന് പറയുന്നത് 300 ml ബ്ലഡ് ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ്, ആ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത ബ്ലഡ് അല്ലെ, ഡൊണേറ്റ് ചെയ്ത ബ്ലഡില് പല കമ്പോണൻസ് ഉണ്ടായിരിക്കും. ബ്ലഡിന് 4 കമ്പോണൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ. ഓക്കെ, നിങ്ങൾക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. ഈ ചാപ്റ്ററിൽ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ ഇങ്ങനെയുള്ള ഈ 4 കമ്പോണൻസിനെ പറ്റിയും നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ എന്താണ്, ഇത് ബ്ലഡിലെ കമ്പോണൻസ് ആണ്, മേജർ കമ്പോണൻസ് ആണ് 4 എണ്ണം. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ. അപ്പൊ ഇതിനൊക്കെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ 4 കമ്പോണൻസിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ 4 കമ്പോണൻസും അതിൻ്റെതായ ഫങ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഓരോ പേഷ്യൻസിനും ഈ ഏതെങ്കിലും ഈ ഒരു കമ്പോണന്റ് മാത്രം ചിലപ്പോൾ മതിയാവും. ഓക്കെ ഓക്കെ, ഇപ്പോ നോട്ട് ചെയ്യണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതൊരു ജനറൽ ആയിട്ട് പറയുന്ന കാര്യമാണ്. അപ്പൊ ആ ഏജും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എത്ര ഇതാണ് നമ്മുടെ ഈ PDF നോട്ടിൽ ഇല്ലായത്. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു ഇതിലോട്ടൊന്ന് എത്തിക്കണം. നമുക്ക് അതിനെപ്പറ്റി ഒരു ജനറൽ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അല്ലേ ബാക്കിയുള്ളത് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ പ്രൊസീഡ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ അത് നോട്ട് ചെയ്യേണ്ടവർ, അത് അറിയാത്തവരാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഏജ് ഒക്കെ എത്രയാണ്? 18 to 65 years ആണ് അല്ലെ. 18 മുതൽ 65 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് എത്രയായിരിക്കണം? 45 എബോവ് ആയിരിക്കണം. 45 കിലോഗ്രാമിന് എബോവ് ആയിരിക്കണം. പിന്നെ എന്താണ്, അവിടെ ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്, അവിടെ എങ്ങനെയാണ് പ്രീ ഡൊണേഷൻ ചെക്കപ്പുകളൊക്കെ നടത്തി അല്ലെ, ഡിസീസുകൾ ഉണ്ടോ എന്നൊക്കെ ഉള്ള ചെക്കപ്പുകളൊക്കെ നടത്തിയിട്ടാണ് ബ്ലഡ് ഡൊണേഷൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളുടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ആ ബ്ലഡിൽ 4 കമ്പോണൻസ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ. ഈ 4 കമ്പോണൻസിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഫങ്ഷൻസിനനുസരിച്ചാണ് ഇതിലേത് കമ്പോണന്റ് ആണ് ഓരോ പേഷ്യൻസിനും ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ചില പേഷ്യൻസിന് എന്തായിരിക്കും RBC മാത്രം മതിയാവും, ചിലവർക്ക് WBC മാത്രം മതിയാവും. അവരുടെ ആ ഒരു രോഗത്തിന്റെ സിറ്റുവേഷൻ അനുസരിച്ചാണ് അവിടെ ഏതിനാണ് ഡിമാൻഡ് എന്ന് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഈ ഒരു കമ്പോണന്റ് മാത്രം നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതിയാവും ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിൽ നിന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, നമുക്ക് ഏതെങ്കിലും ഒരു കമ്പോണന്റ് ആണ് വേണ്ടതെങ്കിൽ ആ ഒരു കമ്പോണന്റ് മാത്രം അവിടെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ പോരെ. അപ്പൊ ഹോൾ ബ്ലഡ് മൊത്തത്തിൽ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ഈ ബ്ലഡിനെ ഹോളായിട്ടും ബ്ലഡിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ കമ്പോണൻസ് ആയിട്ട് തിരിച്ചിട്ടും ഈ ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബ്ലഡ് ബാങ്കിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഈ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മെഷീനാണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീൻ. ഓക്കെ, അപ്പൊ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ആ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഈ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ദെൻ
എന്താണ് അപ്പൊ എത്രയാണ് നമ്മൾ പറഞ്ഞത്? എന്താണ് എപ്പോഴും ബ്ലഡ് ബാങ്കിലോട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വരുന്ന വ്യക്തികൾക്ക് അവിടെ ഒരു പ്രീ ഡൊണേഷൻ ചെക്കപ്പുകൾ നടത്തും അല്ലെ? പ്രീ ഡൊണേഷൻ ചെക്കപ്പുകൾ നടത്തിയതിനു ശേഷം അതെന്താണ്, ആദ്യം ഏജ് നോക്കും അല്ലെ? 18 മുതൽ 65 വയസ്സ് വരെയാണോ പ്രായം എന്ന് നോക്കും. അതുപോലെ തന്നെ വെയിറ്റ് എത്രയാണ്, 45 കിലോഗ്രാമിനും എബോവ് ആണോ എന്ന് നോക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ, നല്ല ആരോഗ്യവാനായിട്ടുള്ള വ്യക്തിയാണോ എന്ന് നോക്കും. അതുപോലെ തന്നെ ഡിസീസുകളോ കാര്യങ്ങളോ എന്തൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യും അല്ലെ? ചെക്ക് ചെയ്യും. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്, ഇത്രയും കാര്യങ്ങൾ പ്രീ ഡൊണേഷൻ ചെക്കപ്പുകൾ ചെയ്തതിന് ശേഷമായിരിക്കും അവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ കൂടാതെ നമ്മൾ പറഞ്ഞ കാര്യം എന്താ, ഓരോ 3 മാസം കൂടുമ്പോഴും ഒരു പ്രാവശ്യം നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. എത്ര ml ബ്ലഡ് ഒരു പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്നത്? 300 ml ബ്ലഡ് ആണ് ഒരു പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ അവിടെ എടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബ്ലഡിൽ എത്ര കമ്പോണൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്? 4 കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? ഏതൊക്കെയാ? RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ. ഈ 4 കമ്പോണൻസിനെയും ബ്ലഡില് സെപ്പറേറ്റ് ചെയ്തെടുക്കണം, ഓരോന്നിനെയും വേർതിരിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെൻട്രിഫ്യൂജിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ ബ്ലഡിലെ കമ്പോണൻസിനെ 4 നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ, നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്ലഡ് ബാങ്കിന്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കിയിനി. എന്താണ് ടേം ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്? The term blood bank generally refers to a department of a hospital, usually within a clinical pathology laboratory, where the storage of blood products take place and where pre-transfusion and blood compatibility testing is executed. Okay, but term blood bank എന്ന് പറയുന്നത് എന്താണ്? Refers to a department of a hospital അല്ലെ? ഹോസ്പിറ്റലിന്റെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. That's usually within a clinical pathology laboratory. What do you mean by pathology? എന്താണ് പാത്തോളജി എന്ന് നോട്ട് ചെയ്ത് വെച്ച്? പാത്തോളജി എന്താണെന്ന്? Pathology is the study of diseases. Study of diseases. രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. Study of diseases. പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഡിസീസസ്. രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. അപ്പൊ സ്റ്റഡി ഓഫ് ബ്ലഡ് എന്തായിരിക്കും? ബ്ലഡിനെ കുറിച്ചുള്ള പഠനം, രക്തത്തെ കുറിച്ചുള്ള പഠനം എന്തായിരിക്കും? ഹെമറ്റോളജി. നോട്ട് ചെയ്യാം, പാത്തോളജി എന്താണ്? സ്റ്റഡി ഓഫ് ഡിസീസസ് അല്ലെ? രോഗങ്ങളെ കുറിച്ചുള്ള പഠനം. അപ്പൊ സ്റ്റഡി ഓഫ് ബ്ലഡ് എന്താണെന്ന് എഴുതുക? ഹെമറ്റോളജി. ഹെമറ്റോളജി. HEMATOLOGY. ഹെമറ്റോളജി. HEMATOLOGY. ഹെമറ്റോളജി, സ്റ്റഡി ഓഫ് ബ്ലഡ് അല്ലെ? രക്തത്തെ കുറിച്ചുള്ള പഠനം. ഓക്കെ, അപ്പൊ 2 ടേംസ് നമ്മൾ പഠിച്ചു, പാത്തോളജി, ഹെമറ്റോളജി അല്ലെ? സ്റ്റഡി ഓഫ് ഡിസീസ് ആണ് പാത്തോളജി, സ്റ്റഡി ഓഫ് ബ്ലഡ് ആണ് ഹെമറ്റോളജി. ക്ലിയർ? അപ്പൊ എന്താണ് പറഞ്ഞത്? ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി അല്ലെ? ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി. അപ്പോ ഇങ്ങനെ ഡിസീസുകളെയൊക്കെ പറ്റി പഠിക്കുന്ന ആ ലബോറട്ടറിയുടെ ഒരു ഭാഗമാണ്, ഒരു ലബോറട്ടറിയുടെ ഒരു ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. സ്റ്റോറേജ് ഓഫ് ബ്ലഡ് പ്രൊഡക്റ്റ്, ഇതിന്റെ സ്റ്റോറേജ് ആണ് അവിടെ നടക്കുന്നത്. സ്റ്റോറേജ് ഓഫ് ബ്ലഡ് പ്രൊഡക്റ്റ് അല്ലെ? ബ്ലഡ് പ്രൊഡക്റ്റിന്റെ സ്റ്റോറേജ്. ബ്ലഡ് പ്രൊഡക്ട്സുകൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ബ്ലഡ് കമ്പോണൻസ് അല്ലെ? സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഹോൾ ബ്ലഡ് ആയിട്ടും സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബ്ലഡിന്റെ കമ്പോണൻസ് ആയിട്ട് വേർതിരിച്ചും സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള ബ്ലഡ് പ്രൊഡക്ട്സിന്റെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആൻഡ് വെർ പ്രീ ട്രാൻസ്ഫ്യൂഷൻ. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്? ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്ന പേര് കേട്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട. ജസ്റ്റ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് മറ്റൊരു പേഷ്യന്റിന്റെ ബോഡിയിലേക്ക്, ഒരു പേഴ്സന്റെ ബ്ലഡ്, ഓക്കെ, ആരാണോ ഡൊണേറ്റ് ചെയ്യുന്നത് ആ ഡോണറുടെ ബ്ലഡ് റെസിപ്പിയന്റ് ബ്ലഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ഡോണറിൽ നിന്നും റെസിപ്പിയന്റിലോട്ട് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നു. സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം. ഡോണറിൽ നിന്നും റെസിപ്പിയന്റിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ്
ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏത് പേഴ്സൺ ആണോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ ബ്ലഡ് ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, മറ്റൊരു വ്യക്തിയിലേക്ക് ആ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു അല്ലെ. അങ്ങനെ ഒരു ട്രാൻസ്ഫർ അല്ലേ അവിടെ നടക്കുന്നത് ബ്ലഡിന്റെ. ആരിൽ നിന്നാണ്, ആരാണോ ദാനം ചെയ്യുന്നത് ആ വ്യക്തിയുടെ ബ്ലഡ് സ്വീകരിക്കുന്ന ആളുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അതാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രക്രിയ. അപ്പൊ ഇവിടെ പ്രീ ട്രാൻസ്ഫ്യൂഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്താണ്, ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നതിന് മുൻപ് അല്ലെ എന്ത് ചെക്ക് ചെയ്യും, കമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് ഈസ് എക്സിക്യൂട്ടഡ്. എന്താണ് കമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്? അനുയോജ്യമാണോ എന്നുള്ളത് എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കും. ഈ രണ്ട്, അതായത് ഈ ഡോണറിന്റെ ബ്ലഡും ഈ റെസിപ്പിയന്റ് ബ്ലഡ്സും തമ്മിൽ, ബ്ലഡ് ഗ്രൂപ്പുകളും തമ്മിൽ അനുയോജ്യമാണോ, അവിടെ എന്തെങ്കിലും രീതിയിലുള്ള മിസ്മാച്ചുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു, വളരെ യോജിച്ചതാണോ എന്നുള്ളതൊക്കെ ആദ്യം കമ്പാറ്റിബിലിറ്റി ടെസ്റ്റിങ്ങുകൾ വഴി എന്താണ് ഉറപ്പായത്, അല്ലെങ്കിൽ അതൊക്കെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം, നടത്തിയതിനു ശേഷം മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ബ്ലഡ് ബാങ്കിൽ നിന്നും ട്രാൻസ്ഫ്യൂഷൻ വഴി ബ്ലഡ് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റുകൾ അല്ലെ, കമ്പാറ്റിബിലിറ്റി ടെസ്റ്റിങ്ങുകൾ നടക്കുന്നു എവിടെ, ബ്ലഡ് ബാങ്കില്. ഏത് സമയത്താണ്, പ്രീ ട്രാൻസ്ഫ്യൂഷൻ, ട്രാൻസ്ഫ്യൂഷന് മുൻപ് കമ്പാറ്റിബിലിറ്റി ടെസ്റ്റിങ്ങുകൾ നടത്തുന്നു. അതുപോലെ തന്നെ ബ്ലഡ് സ്റ്റോർ ചെയ്ത് അല്ലെ, ബ്ലഡ് പ്രൊഡക്റ്റുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുമായിട്ടുള്ള ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിയുടെ ഉള്ളിൽ വരുന്ന ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബ്ലഡ് ബാങ്കിൽ പ്രധാനമായിട്ടും വരുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ബ്ലഡ് പ്രൊഡക്ട്സിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെ, അതുപോലെ തന്നെ എന്താണ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിങ്ങുകൾ, ട്രാൻസ്ഫ്യൂഷന് മുൻപ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിങ്ങുകളും നടത്തുന്നു. Then blood banking involves tasks related to blood collection, processing, testing, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. ഇനി ബ്ലഡ് ബാങ്കില് എന്തൊക്കെ ടാസ്കുകളാണ് ഇൻവോൾവ് ചെയ്യുന്നത്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോസസ് ആണ് നടക്കുന്നത്, എന്തൊക്കെ ടാസ്കുകളാണെന്ന് നോക്കിയേ. റിലേറ്റഡ് ടു ബ്ലഡ് കളക്ഷൻ, എന്താണ്, ഡോണറിൽ നിന്ന് ലഭിക്കുന്ന ബ്ലഡ് എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു അല്ലെ, കളക്ട് ചെയ്യുന്നു. ആൻഡ് പ്രോസസിങ്, അത് പ്രോസസ് ചെയ്യുന്നു. ടെസ്റ്റുകൾ ഉണ്ട് അല്ലെ, പല ടെസ്റ്റുകള്, പ്രീ ഡൊണേഷൻ ടെസ്റ്റുകള്, അതുപോലെ തന്നെ എന്താണ്, ഇത് പ്രിലിമിനറി, കുറെ പ്രിലിമിനറി ടെസ്റ്റുകൾ ഉണ്ട് ഈ ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നതിന് മുൻപായിട്ട് ചെയ്യുന്ന. അങ്ങനെയുള്ള കുറെ ടെസ്റ്റുകൾ നടത്തുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്ത് അല്ലെ, സെപ്പറേറ്റ് ചെയ്ത് വേർതിരിക്കുന്നു, ആൻഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പൊ ഇത്രയും ടാസ്കുകളിലൂടെയാണ് ഒരു ഡൊണേറ്റ് ചെയ്ത ബ്ലഡ് കടന്നു വന്നു കഴിഞ്ഞാൽ ഇത്രയും ടാസ്കുകൾ ചെയ്തതിന് ശേഷമായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ബ്ലഡ് ബാങ്കിലെ പ്രധാനമായിട്ട് ടാസ്കുകൾ എന്തൊക്കെയാണ്, ബ്ലഡ് കളക്ട് ചെയ്യുന്നു അല്ലെ, വരുന്ന ബ്ലഡിനെ കളക്ട് ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നു, ടെസ്റ്റുകൾ ചെയ്യുന്നു, ദെൻ സെപ്പറേറ്റ് ചെയ്യുന്നു അല്ലെ, ഓരോ കമ്പോണൻസിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു, ആൻഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ദെൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WHO കുറിച്ച്. ഡെവലപ്പ് എ ഗ്ലോബൽ അപ്രോച്ച് ബ്ലഡ് സേഫ്റ്റി to curtail the burden of diseases due to unsafe blood transfusion. അപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ബ്ലഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗ്ലോബൽ അപ്രോച്ച്, ഒരു എന്താണ്, ഒരു ആഗോള തരത്തിലുള്ള ഒരു സമീപനം കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നോക്കിയേ, ഡ്യൂ ടു അൺസേഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. എന്താണ് സേഫ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താ, വളരെ നല്ല രീതിയിൽ പോകുന്നത് അല്ലെ, സേഫ് ആണ്. അൺസേഫ് ആണെങ്കിലോ സുരക്ഷിതമല്ലാത്തത് അല്ലെ, സുരക്ഷിതമായതും സുരക്ഷിതമല്ലാത്തതും കൊണ്ട്. അപ്പൊ അൺസേഫ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, സുരക്ഷിതമല്ലാത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ അതുവഴി എന്തുണ്ടാവാം, ആ പേഷ്യന്റിന് എല്ലാ ഡിസീസുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അൺസേഫ് ആണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന ഡിസീസുകളൊക്കെ ഉണ്ടാകുന്നതിന്റെ ആ ഒരു ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കേർട്ടൈൽ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നാണ് അർത്ഥം, കേർട്ടൈൽ കുറയ്ക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താണ്, അൺസേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത രീതിയിലുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് വഴി ഉണ്ടാകുന്ന രോഗങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ ബ്ലഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്ലോബൽ അപ്രോച്ച് കൊണ്ടുവന്നത്. Then an average person carries almost 5 liters of blood. ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ടാവുന്ന ഒരു ശരീരത്തിൽ എന്നാണ് പറയുന്നത്,
5 liters of blood, almost 5 liters of blood ഉണ്ടായിരിക്കും. And it circulates the body through blood vessels and is pumped through the heart. അല്ലെ, ഇതെന്താണ് നമ്മുടെ ബോഡിയിലെ പമ്പിംഗ് മെഷീൻ അല്ലെങ്കിൽ പമ്പിംഗ് ഓർഗൻ എന്ന് പറയുന്നത് ഹാർട്ട് ആണ് അല്ലെ. അപ്പൊ ഈ ഹാർട്ട് ആണ് ഈ ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. ഇങ്ങനെ പമ്പ് ചെയ്യുന്ന ബ്ലഡ് എങ്ങോട്ട് പോകും? ബ്ലഡ് വെസൽസിൽ കൂടെ നമ്മുടെ ബോഡി ഫുള്ളും സർക്കുലേറ്റ് ചെയ്യും അല്ലെ. ബോഡിയുടെ ഓരോ ഭാഗങ്ങളിലേക്കും ഈ ബ്ലഡ് വെസൽസിൽ കൂടെ ഇങ്ങനെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ഈ ബ്ലഡ് എത്തുന്നുണ്ട്. അപ്പൊ ഒരു ആവറേജ് പേഴ്സന്റെ ബോഡിയിൽ എത്ര ലിറ്റേഴ്സ് ബ്ലഡ് ഉണ്ടാവും? 5 ലിറ്റേഴ്സ് ബ്ലഡ് ആണ് ഉണ്ടാകുന്നത്. അത് എന്ത് ചെയ്യുന്നു? ഈ പമ്പ് ചെയ്യുന്ന ബ്ലഡ് ഓരോ ബ്ലഡ് വെസൽസിൽ കൂടിയും നമ്മുടെ ബോഡി ഓരോ ബോഡി പാർട്സിലോട്ടും എത്തുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്? ഒന്നുകൂടി നോക്കി. ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിയുടെ ഉള്ളിൽ വരുന്ന ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്, ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റലിലെ പ്രധാന ഭാഗം തന്നെയാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇനി ബ്ലഡ് ബാങ്കിൽ എന്തൊക്കെ പ്രധാനമായിട്ട് എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നത്? സ്റ്റോറേജ് ഓഫ് ബ്ലഡ് പ്രൊഡക്ട്സ് അല്ലെ. ബ്ലഡ് പ്രൊഡക്ട്സുകളെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ എന്താ, ട്രാൻസ്ഫ്യൂഷന് മുൻപായിട്ട് ബ്ലഡിന്റെ കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകളും നടത്തുന്നു. ബ്ലഡ് ബാങ്കിങ്ങിൽ പ്രധാനമായിട്ടും വരുന്ന ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ബ്ലഡ് കളക്ട് ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നു, ടെസ്റ്റുകൾ നടത്തുന്നു, ഓരോ കമ്പോണൻസ് സെപ്പറേഷൻ നടത്തുന്നു, അതിനുശേഷം അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഞാൻ എന്താ പറഞ്ഞേ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ഗ്ലോബൽ അപ്രോച്ച് ഉണ്ടാക്കി അല്ലെ ബ്ലഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സുരക്ഷിതമല്ലാത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് വഴി ഉണ്ടാകുന്ന രോഗങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആവറേജ് പേഴ്സൺ ഒരു 5 ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് ആയിരിക്കും ശരീരത്തിൽ ഉണ്ടാവുക. അത് ഇതെന്ത് ചെയ്യും? നമ്മുടെ ബോഡി ഫുള്ളായിട്ട് ബ്ലഡ് വെസൽസിൽ കൂടെ എല്ലാ ബോഡി പാർട്സിലോട്ടും എത്തുകയും അത് ഫുൾ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അടുത്തത് എന്താണ്? വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ്? പ്രധാന ഫങ്ഷൻസ് എന്തൊക്കെയാണ് ബ്ലഡ് ബാങ്കിന്റെ? മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി. ദ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഫങ്ഷൻസ് ആർ. എന്തൊക്കെയാണ് ബ്ലഡ് ബാങ്ക് ഹോസ്പിറ്റലിലെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് പോയിന്റ് നോക്കി. സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. എന്താണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്? റാപ്പിഡ് അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന റെസ്പോൺസ്. അങ്ങനെയുള്ള റെസ്പോൺസ് ടു എന്തിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസ് ആണ്? ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു? ബ്ലഡ് കമ്പോണൻസ് എത്ര എണ്ണം ഉണ്ട്? 4 ബ്ലഡ് കമ്പോണൻസ് ആണ് പറഞ്ഞത് അല്ലെ. ഏതൊക്കെയായിരുന്നു? RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ. ഈ 4 ബ്ലഡ് കമ്പോണൻസിനെയും എന്ത് ചെയ്യുന്നു? ആ റിക്വസ്റ്റിനനുസരിച്ച്, അർജന്റ് റിക്വസ്റ്റ് അല്ലെ. ബ്ലഡ് എപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് വളരെ പെട്ടെന്നല്ലേ ആവശ്യമായിട്ട് വരുന്നത്. എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ആക്സിഡന്റുകളോ ഇഞ്ചുറീസോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് വരുമ്പോഴോ വളരെ പെട്ടെന്നാണ് അതിനൊരു ആവശ്യം വരുന്നത് അല്ലെ. അപ്പൊ ആ സമയത്ത് എങ്ങനെയാണ്? നിങ്ങൾ ഇന്ന് പോയിട്ട് നാളെ വാ അല്ലെങ്കിൽ അടുത്ത ദിവസം വാ എന്നൊക്കെ പറഞ്ഞു വിടാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്ത് ചെയ്യണം? അർജന്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസും കൊടുക്കണം അല്ലെ ബ്ലഡ് ബാങ്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഏത് ബ്ലഡ് കമ്പോണന്റിന്റെ ആണോ ഉടനടി റിക്വസ്റ്റ് വരുന്നത്, അർജന്റ് ആയിട്ട് പെട്ടെന്ന് ഏത് റിക്വസ്റ്റ് ആണ് വരുന്നത്, ഈ ബ്ലഡ് കമ്പോണൻസ് ഏതുമായിക്കോട്ടെ, അതിന്റെ ഏതിന്റെയാണോ ആവശ്യം വരുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യണം? ഉടനെ അതിനുള്ള പെട്ടെന്നുള്ള റെസ്പോൺസ് ആര് കൊടുക്കണം? ബ്ലഡ് ബാങ്ക് കൊടുക്കണം. അതായത് ഏത് കമ്പോണന്റ് ആണോ ആവശ്യമായിട്ട് വരുന്നത് അത് അവർക്ക് ഉടനടി ലഭ്യമാക്കുക എന്നുള്ളത് ആരുടെ പ്രധാന ഫംഗ്ഷൻ ആണ്? ബ്ലഡ് ബാങ്കിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ ആയിട്ട് വരുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് നോക്കി. വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ്. എന്താണ് വാലിഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ചെക്ക് ചെയ്യുക. ഓക്കെ, ചെക്കിംഗ് ചെയ്യുക. അതാണ് ഇത് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ്. ഓക്കെ, എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് ആ പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ അല്ലെ, ആ കിട്ടിയിരിക്കുന്ന ആ ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ടുള്ള സാമ്പിളുകൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ചെക്കിങ്ങുകളിൽ എന്താണ്? ചില പ്രിലിമിനറി ടെസ്റ്റുകളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ സാമ്പിൾ എന്ത് ചെയ്യും? ടെസ്റ്റുകളൊക്കെ നടത്തി അതില് വേറെ ഹാർംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളോ ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള വൈറസുകളോ ബാക്ടീരിയാസോ അതിന്റെ പ്രസൻസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് ശേഷമാണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കൊടുക്കുള്ളൂ, ട്രാൻസ്ഫ്യൂഷൻ നടത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റുകള് അല്ലെങ്കിൽ ഈ സാമ്പിൾസിന്റെ കുറിച്ചുള്ള ചെക്കിങ്ങുകൾ ഏത് സമയത്ത്? ട്രാൻസ്ഫ്യൂഷൻ മുൻപ് അല്ലെ, പ്രീ ട്രാൻസ്ഫ്യൂഷൻ സമയത്ത് ഇങ്ങനെയുള്ള സാമ്പിൾസ് എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? ബ്ലഡ് ബാങ്ക് ആണ്.
ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. എന്താണ്, ഏത് ബ്ലഡ് പ്രോഡക്റ്റ്, ബ്ലഡ് ഹോൾ ബ്ലഡ് ആയിട്ട് ചിലപ്പോ അവിടെ റിക്വസ്റ്റ് വന്നേക്കാം, ആവശ്യമായിട്ട് വന്നേക്കാം. ചിലപ്പോ ഏതെങ്കിലും ബ്ലഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസിനായിരിക്കും അവിടെ ആവശ്യം വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഏതിനാണോ ആവശ്യം വരുന്നത് അതിന്റെ ഡിമാൻഡിനനുസരിച്ച് ഈ ബ്ലഡ് ബാങ്കില് അത്തരം പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യണം, വളരെ റിസർവ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതും ഈ ബ്ലഡ് ബാങ്ക് ആണ്. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ പോയിന്റിൽ പറഞ്ഞത്. സാമ്പിൾസ് അല്ലെ, പ്രീ ട്രാൻസ്ഫ്യൂഷന് മുൻപ് ലഭിക്കുന്ന ഈ സാമ്പിളുകൾ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യണം അല്ലെ. പല പ്രിലിമിനറി ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് ആ ബ്ലഡിൽ അല്ലെങ്കിൽ ആ സാമ്പിളില് വേറെ രീതിയിലുള്ള എന്താണ് വൈറസുകളോ ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള ഒന്നുമില്ല, അതുപോലെ തന്നെ ആന്റിബോഡീസോ ആന്റിജൻസോ ഒന്നുമില്ല എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ബ്ലഡ് ബാങ്കാണ്. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ ബ്ലഡും അതിന്റെ ബ്ലഡ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ബ്ലഡ് ബാങ്കിൽ സൂക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നു അല്ലെ. അങ്ങനെ സൂക്ഷിക്കുമ്പോൾ ഏതിനാണോ ഡിമാൻഡ് വരുന്നത് അവിടെ അതിന്റെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം ബ്ലഡ് ബാങ്കിൽ. അതുകൊണ്ട് തന്നെ എല്ലാ ബ്ലഡ് പ്രൊഡക്ട്സും കറക്റ്റ് ആയിട്ട് ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് അതിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് റിസർവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഒരു കടമയും ബ്ലഡ് ബാങ്കിനുള്ളതാണ്. Then evaluation of immunological suitability between donor and patient. ആരാണ് ഡോണർ എന്ന് പറയുന്നത്? നമ്മള് ബ്ലഡ് കൊടുക്കുന്ന ആളല്ലേ, ദാതാവ് അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ഡോണർ എന്ന് പറയുന്നത്. ഈ പേഷ്യന്റ് ആരായിട്ട് വരും? റെസിപ്പിയന്റ് ആയിട്ട് വരും അല്ലെ. ബ്ലഡ് സ്വീകരിക്കുന്ന ആളല്ലേ പേഷ്യന്റ് എന്ന് പറയുന്നത്. അവരാരായിട്ട് വരും? റെസിപ്പിയന്റ് ആയിട്ട് വരും അല്ലെ. അപ്പോ ഈ ഡോണറും പേഷ്യന്റ് അല്ലെങ്കിൽ റെസിപ്പിയന്റ്, അപ്പൊ ഇവര് തമ്മിലുള്ള ആ ഒരു എന്താണ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി, അതായത് എന്താണ് രോഗപ്രതിരോധ ശക്തി തമ്മിലുള്ള ആ ഒരു മാച്ചിങ് സ്യൂട്ടബിൾ ആണോ, രണ്ട് ബ്ലഡ് ഗ്രൂപ്പുകളും തമ്മിൽ മാച്ചിങ് ആണോ, വളരെ യോജിച്ചതാണോ എന്നുള്ളതിനെ എന്ത് ചെയ്യുന്നു, ഇവാലുവേഷൻ നടത്തുന്നു, എന്താണ് വിലയിരുത്തുന്നു. ഓക്കെ, അപ്പൊ എന്തിട്ടാണ് ഇപ്പൊ ഡോണറിന്റെ ബ്ലഡ് പേഷ്യന്റ് അല്ലെങ്കിൽ റെസിപ്പിയന്റിന്റെ ബോഡിയിലേക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു, ട്രാൻസ്ഫ്യൂഷൻ വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഡോണറിന്റെ ബ്ലഡ് ഗ്രൂപ്പും റെസിപ്പിയന്റിന്റെ ബ്ലഡ് ഗ്രൂപ്പും രണ്ടും രണ്ടാണോ, അതുപോലെ അവ തമ്മിൽ വളരെ യോജിച്ചതാണോ, മാച്ചിങ് ആണോ, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും, അത് വിലയിരുത്തും. അങ്ങനെ മാച്ചിങ് ആണെങ്കിൽ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫ്യൂഷൻ നടത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ബ്ലഡ് ഡോണറുടെയും പേഷ്യന്റിന്റെയും ബ്ലഡ് അവരുടെ തമ്മിലുള്ള ആ സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണോ ഉള്ളതെന്ന് അവര് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ ആര് വിലയിരുത്തണം, ബ്ലഡ് ബാങ്ക് ഇവാലുവേഷൻ നടത്തണം. ദെൻ അടുത്തത് എന്താണ്, then choosing of suitable blood components for each clinical condition അല്ലെ. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്, ഓരോ ക്ലിനിക്കൽ കണ്ടീഷൻ അനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്ലഡ് കമ്പോണന്റ് ഏതാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതെന്താണ്, ഓരോ ക്ലിനിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഓരോ പേഷ്യൻസിന്റെയും കണ്ടീഷൻസ് വ്യത്യാസമായിരിക്കും അല്ലെ. അപ്പൊ ഓരോ പേഷ്യന്റിന്റെയും കണ്ടീഷൻ അല്ലെങ്കിൽ ഓരോ പേഷ്യന്റിന്റെയും ഡിസീസോ അവരുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ട് വരുന്ന ബ്ലഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. എല്ലാവർക്കും സെയിം ബ്ലഡ് കമ്പോണന്റ് ആയിരിക്കില്ല ആവശ്യം. ചിലർക്ക് RBC ആവാം, ചിലർക്ക് WBC ആവാം, ചിലർക്ക് പ്ലാസ്മ ആവാം, ചിലർക്ക് പ്ലേറ്റ്ലെറ്റ്സ് ആവാം. അങ്ങനെ അല്ലെങ്കിൽ ചിലർക്ക് ഹോൾ ബ്ലഡ് ആയിട്ട് തന്നെയായിരിക്കും ആവശ്യമായിട്ട് വരാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ, അങ്ങനെയുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ ഏതാണോ എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ക്ലിനിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഏത് ബ്ലഡ് കമ്പോണന്റ് ആണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് ചൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയിൽ, ആരുടെ ഫംഗ്ഷനിൽ വരുന്നു, ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനിൽ വരുന്നു. Then cautious delivery and handling of blood components. Cautious എന്ന് പറഞ്ഞാൽ എന്താണ്, സേഫ് ആയിട്ടുള്ള. ഓക്കെ, അപ്പൊ സേഫ് ആയിട്ടുള്ള ഒരു ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. ബ്ലഡ് കമ്പോണൻസിനെ ഡെലിവറി ചെയ്യുമ്പോഴും അതിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴും എങ്ങനെയായിരിക്കണം, വളരെ സേഫ് ആയിരിക്കണമെന്നും പ്രധാന ഫംഗ്ഷനിൽ പറയുന്നു. Then inventory and stock management of blood and its elements. Inventory എന്ന് പറയുന്നത് വിവരങ്ങൾ. ഓക്കെ, അപ്പൊ ആ വിവരങ്ങളും അതുപോലെ തന്നെ സ്റ്റോക്കിന്റെ കുറിച്ചുള്ള വിവരങ്ങളാവാം, അതിന്റെ ബ്ലഡുകൾ എത്ര ടൈപ്പ് ബ്ലഡുകൾ ഉണ്ട്, അത് എത്രത്തോളം അവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് എന്നുള്ളതിനെ പറ്റി എല്ലാത്തിനെ കുറിച്ചുമുള്ള ആ ഒരു വിവരങ്ങൾ എന്ത് ചെയ്യണം, അവിടെ കറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മാനേജ്മെന്റിൽ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ റെക്കോർഡ്സ് എപ്പോഴും എന്ത് ബ്ലഡ്
ബാങ്ക് കീപ്പ് ചെയ്യേണ്ടത് പ്രധാന ഫംഗ്ഷൻ ആണ്. എന്താണ് ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ് അല്ലെ, ബ്ലഡും അതിന്റെ കമ്പോണൻസ് അല്ലെങ്കിൽ എലമെന്റ്സ് ഉണ്ട് അല്ലെ, അവയുടെ ഒക്കെ സ്റ്റോക്ക് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടുണ്ടോ, എത്രത്തോളം അവൈലബിൾ ആണ്, അതുപോലെ തന്നെ എത്ര ഡൊണേഷൻ ബ്ലഡുകൾ അതിൽ നിന്നൊക്കെയാണ് കിട്ടിയത്, ആർക്കൊക്കെയാണ് എന്ത് ട്രാൻസ്ഫ്യൂഷൻ വഴി കൊടുത്തത് എന്നുള്ള എല്ലാം കുറേയധികം ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡേറ്റാസ് ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, വിവരങ്ങളൊക്കെയും സ്റ്റോക്ക് മാനേജ്മെന്റിലൂടെ അവിടെ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് റെക്കോർഡ്സ് സൂക്ഷിച്ചിരിക്കണം. കമ്മ്യൂണിക്കേഷൻസ് വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, അതായത് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പുകളാണ്. ഓക്കെ, സ്ഥാപനങ്ങളാണ്. എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ഥാപനങ്ങളാണ്. അപ്പൊ ബ്ലഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ എന്താണ്, ഇപ്പൊ കുറേയധികം ഡൊണേഷൻ ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓർഗനൈസേഷൻസ് ഉണ്ട് ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ടുള്ള. അതുപോലെ ഇപ്പൊ നമ്മുടെ ഇവിടേക്കുള്ള കുറേയധികം ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ ഇല്ലേ, ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ട് ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ വാട്സപ്പ് വഴിയൊക്കെ നമുക്ക് കുറെ നമ്പേഴ്സ് ഒക്കെ കിട്ടാറില്ല, എന്തെങ്കിലും ബ്ലഡിന്റെ ഒക്കെ ആവശ്യം വരുമ്പോൾ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള കുറെ ഓർഗനൈസേഷൻസും കാര്യങ്ങളും ഇപ്പൊ നമുക്ക് നിലവിൽ ലഭ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ അവരുമായിട്ട് ഈ ബ്ലഡ് ബാങ്കിന് ഉണ്ടായിരിക്കണം, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ വരേണ്ടത്, കാരണം ബ്ലഡ് ബാങ്കിൽ ആവശ്യമായിട്ടുള്ള ബ്ലഡിന്റെ ഷോർട്ടേജ്, ആവശ്യമായിട്ടുള്ള ബ്ലഡ് ഇല്ല എന്നുണ്ടെങ്കിൽ, അതിനൊരു ഷോർട്ടേജ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ അവൈലബിൾ ആയിട്ട് ബ്ലഡ് അവൈലബിൾ ആയിട്ടുള്ളത് കിട്ടണമെങ്കിൽ എവിടെ നിന്ന് മാത്രമേ കിട്ടുള്ളൂ, ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രമാണ് അവിടെ അത് അവൈലബിൾ ആയിട്ട് കിട്ടുമല്ലോ അല്ലെ. ആരെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്താലല്ലേ ബ്ലഡ് ബാങ്കിൽ അവിടെ എത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള റെയർ ആയിട്ടുള്ള ഗ്രൂപ്പുകളുടെയൊക്കെ ചിലപ്പോൾ ബ്ലഡുകൾ വളരെ ഷോർട്ട് ആയിട്ട് ബ്ലഡ് ബാങ്കിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ പെട്ടെന്ന് ഒരു അത്യാവശ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ടാണ് അവിടെ ആ ലഭ്യത ഉറപ്പാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, ബ്ലഡ് സംബന്ധമായിട്ടുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് പോലെയുള്ള ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് എപ്പോഴും എന്ത് ചെയ്യണം, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം ബ്ലഡ് ബാങ്കിൽ എന്ന് പറയുന്നു. അപ്പൊ മെയിൻ ഫങ്ഷൻസ് ഒന്ന് നോക്കിയേ, എന്തൊക്കെയാണ്? സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് അല്ലെ, അർജന്റ് റിക്വസ്റ്റ് അവിടെ ഏത് ബ്ലഡ് കമ്പോണന്റ് ആണോ ഉടനെ കൊടുക്കേണ്ടത്, അവിടെ ഒരു അർജന്റ് ആയിട്ടുള്ള ഒരു നീഡ്, ഒരു അത്യാവശ്യമായിട്ട് ഏത് ബ്ലഡ് കമ്പോണന്റ് ആണോ ആവശ്യമായിട്ട് വരുന്നത് ആ കമ്പോണന്റിനെ കൊടുക്കാനായിട്ട് അല്ലെ, അതിനനുസരിച്ചുള്ള പെട്ടെന്ന് തന്നെ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ലഭ്യമാക്കുക എന്നുള്ളത് പ്രധാന ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. അതുപോലെ എന്താ പറയുന്നത്, സാമ്പിൾസ് അല്ലെ, പ്രീ ട്രാൻസ്ഫ്യൂഷൻ എന്താണ്, ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് ലഭിക്കുന്ന സാമ്പിൾസ് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ചില പ്രിലിമിനറി ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നടത്തി വേറെ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തേണ്ടത് ബ്ലഡ് ബാങ്ക് ആണ്. ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്ട്സ് അല്ലെ, ബ്ലഡും ബ്ലഡ് പ്രൊഡക്റ്റുകളും എന്ത് ചെയ്യണം, വളരെ നല്ല രീതിയിൽ ആവശ്യമനുസരിച്ച് എന്ത് ചെയ്യണം, എപ്പോഴും റിസർവ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്ത് ബ്ലഡ് ബാങ്കിൽ ഉണ്ടായിരിക്കണം. ഇവാലുവേഷൻ അല്ലെ, എന്താണ്, ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ആ ബ്ലഡിന്റെ ഒരു ഒരു സ്യൂട്ടബിലിറ്റി അല്ലെ, എന്താണ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി, രോഗപ്രതിരോധമായിട്ടുള്ള സ്യൂട്ടബിലിറ്റി അല്ലെ, ആ ഒരു ശേഷി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി എങ്ങനെയാണ്, അവ യോജിച്ച ബ്ലഡ് ഗ്രൂപ്പുകളാണോ, അതുപോലെ വേറെന്തെങ്കിലും ഫർദർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഇവാലുവേഷൻ അല്ലെ, അവിടെ ഒരു ഇവാലുവേഷൻ നടത്തേണ്ടത് ആരാണ്, ഈ ബ്ലഡ് ബാങ്ക് ആണ്. Then choosing of suitable blood components for each clinical condition, ഓരോ പേഷ്യന്റിന്റെയും ക്ലിനിക്കൽ കണ്ടീഷൻ അനുസരിച്ച് അവരുടെ ഏത് ബ്ലഡ് കമ്പോണന്റ് ആണോ ആവശ്യമായിട്ട് വരുന്നത് അതിനെ കറക്റ്റ് ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളതിനെ ചൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനിൽ വരുന്നുണ്ട്. ഇൻവെന്ററി അല്ലെ, വിവരങ്ങൾ, അതുപോലെ തന്നെ സ്റ്റോക്ക് മാനേജ്മെന്റ് എന്തുമായി ബന്ധപ്പെട്ടതാണ്, ബ്ലഡും അതിന്റെ മറ്റു കമ്പോണൻസ് അല്ലെങ്കിൽ എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഈ വിവരങ്ങളും അതുപോലെ തന്നെയുള്ള സ്റ്റോക്ക് മാനേജ്മെന്റിലൊക്കെ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെ, ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവയുമായിട്ടൊക്കെ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ, ഏതെങ്കിലും ബ്ലഡ് ഗ്രൂപ്പ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് വഴിയാണ് നമുക്ക് ആ അവൈലബിൾ ആക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ റെയർ ഗ്രൂപ്പുകളൊക്കെ എന്ത് ചെയ്യണം, ഒത്തിരി പേർക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുമായിട്ടൊക്കെ എപ്പോഴും നിരന്തര കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അർജന്റ് ആയിട്ടുള്ള എന്തെങ്കിലും നീഡുകൾ ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ലഭ്യമാവുള്ളൂ, ആവശ്യമായിട്ടുള്ള ബ്ലഡ് ലഭ്യമാവുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കണം. അതാണ് പ്രധാനമായിട്ടുള്ള മെയിൻ ഫങ്ഷൻസ് ബ്ലഡ് ബാങ്കിന്റെ. ഓക്കെ, ക്ലിയർ?
ദെൻ ലൊക്കേഷൻ. അടുത്തതാണ് ലൊക്കേഷൻ പറയുന്നത്. ലൊക്കേഷൻസ് എന്താന്ന് നോക്കിയേ. ലൊക്കേഷൻ അതായത് ബ്ലഡ് ബാങ്ക് ഹോസ്പിറ്റലിൽ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഹോസ്പിറ്റലില് ഈ ബ്ലഡ് ബാങ്ക് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കേണ്ടത്, ഏത് ഭാഗത്താണ് വരേണ്ടത്, അതിന്റെ ചില പ്രത്യേകതകളും ഉണ്ട്. അപ്പൊ ആ ലൊക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സ്ഥാനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ്? ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ അല്ലെ. താഴത്തെ നിലയിലായിരിക്കണം ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, താഴത്തെ നില അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ആണ് എന്ത്, ഈ ബ്ലഡ് ബാങ്ക് എപ്പോഴും താഴത്തെ നിലയിലായിരിക്കണം സിറ്റുവേറ്റ് ചെയ്തിരിക്കേണ്ടത്. ഈസിലി വിസിബിലിറ്റി. രണ്ടാമത് പറയുന്നത് എന്താ? ഈസിലി വിസിബിലിറ്റി. എന്താണ്? വരുന്ന വ്യക്തികൾക്ക് ഈസിലി വളരെ എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം ഈ ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ വരേണ്ടത്. അപ്പൊ രണ്ടെണ്ണം പറഞ്ഞു. എന്താണ്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. കാരണം എന്താണ്? ചിലപ്പോ ബ്ലഡ് അത്യാവശ്യമായിട്ടുള്ള വരുന്ന കണ്ടീഷൻസിലാണ് നമ്മൾ ബ്ലഡ് ബാങ്കിനെ സമീപിക്കുക അല്ലെ. അപ്പൊ ആ ബ്ലഡ് ബാങ്കിനെ സമീപിക്കുമ്പോൾ ഈ ഹോസ്പിറ്റലിൽ എത്തി ഈ ബ്ലഡ് ബാങ്ക് എവിടെയാണെന്നുള്ളത് അന്വേഷിച്ച് നടക്കാൻ പറ്റുമോ? ഇല്ല. അത് ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ബ്ലഡ് വളരെ അത്യാവശ്യമുള്ള കേസുകളാണ് നമ്മൾ ബ്ലഡ് അന്വേഷിക്കുക അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കുമായിട്ട് സമീപിക്കുന്നത്. ആ സമയങ്ങളിൽ ബ്ലഡ് ബാങ്ക് എവിടെയായിരിക്കണം? 1, 2, 3 നിലയുടെ മുകളിലാണെങ്കിൽ എന്താണ്? ബ്ലഡ് അവിടെ നിന്ന് കിട്ടാനായിട്ട് വളരെയധികം ടൈം ഇത്തിരി കൂടി കൺസ്യൂമിങ് ആണ് അല്ലെ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, കാഷ്വാലിറ്റീസോ ഓപ്പറേഷൻസോ ഒക്കെ നടക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ അത്യാവശ്യമായിട്ട് ബ്ലഡ് ചിലപ്പോൾ ആ ഒരു സെക്കൻഡിലായിരിക്കും ആവശ്യമായിട്ട് വരിക, പെട്ടെന്നായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലും അവർക്ക് ഇങ്ങനെ ഒത്തിരി സമയം കളയാനില്ല, പെട്ടെന്ന് അത് അവൈലബിൾ ആകണം. അതുകൊണ്ട് തന്നെ എപ്പോഴും ഗ്രൗണ്ട് ഫ്ലോറിലാണ് ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം വെക്കുക. ഈസിലി വിസിബിലിറ്റി അല്ലെ. എല്ലാവർക്കും പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു ഏരിയയിലായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ പറയുന്നത്. Then in near proximity with emergency department, OT complex, hospitals, clinical department. അപ്പൊ എന്തിനോടൊക്കെ പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ആവുക അല്ലെങ്കിൽ വളരെ അടുത്ത് എന്ന് പറയുന്നത് ആ ഒരു വളരെ ക്ലോസ് ആയിട്ടിരിക്കണം. എന്തിനോടൊക്കെ ക്ലോസ് ആയിട്ടിരിക്കണം എന്നാണ് പറയുന്നത് ബ്ലഡ് ബാങ്ക്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ മറ്റൊരു പേര് പറയുന്നത് എന്താ? കാഷ്വാലിറ്റി എന്ന് പറയും അല്ലെ. അപ്പൊ ഈ കാഷ്വാലിറ്റിയുടെ തൊട്ട് അടുത്തായിരിക്കണം ഈ ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം. എന്തിനു വേണ്ടിയിട്ടാണ് കാഷ്വാലിറ്റിയുടെ അടുത്തായിരിക്കുന്നത്? എന്താണ്? അവിടെ വരുന്ന പേഷ്യൻസ് വളരെ അർജന്റ് ആയിട്ടുള്ള കെയർ വേണ്ട പേഷ്യൻസ് ആയിരിക്കും, എമർജൻസി കെയറുകൾ വേണ്ട പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ അവിടെ സമയം കഷ്ടപ്പെടുത്താൻ പാടുണ്ടോ? ഇല്ല. ഉടനടി ബ്ലഡ് ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ബ്ലഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര ദൂരത്തല്ല നമ്മൾ എപ്പോഴും വെക്കുക, ഇതിനോട് അടുത്തായിരിക്കും ബ്ലഡ് ബാങ്ക് സിറ്റുവേറ്റ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ OT കോംപ്ലക്സ്. എന്താണ് OT എന്ന് പറഞ്ഞാല്? OT ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് അല്ലെ. ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ആൻഡ് ഹോസ്പിറ്റൽസ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇതിന് മൂന്നിനോടും വളരെ അടുത്തായിരിക്കണം എന്തെന്ന് പറയുന്നത് ആരുടെ ലൊക്കേഷൻ? ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ വരേണ്ടത്. അപ്പൊ എന്താണ് പറഞ്ഞത്? പ്രോക്സിമേറ്റ്. എന്തുകൊണ്ടാണ് അത്രയും അടുത്തായിട്ട് വരുന്നത്? ഇങ്ങനെയുള്ള ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലായിക്കോട്ടെ, ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആയിക്കോട്ടെ, ഹോസ്പിറ്റൽസിൽ ആ പേഷ്യൻസ് വരുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കും അല്ലെ. വളരെ എമർജൻസി കെയർ, അർജന്റ് ആയിട്ടുള്ള കെയറുകൾ കൊടുക്കേണ്ടതായിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് ഇപ്പൊ ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ ആ സമയത്ത് പെട്ടെന്നായിരിക്കും അവിടെ ബ്ലഡിന്റെ ഒരു ആവശ്യം വരിക. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്ലഡ് അന്വേഷിച്ച് ഒരുപാട് സമയം കളയാൻ പറ്റില്ല. അപ്പൊ ഈ ബ്ലഡ് ബാങ്ക് തൊട്ടടുത്തുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? അവിടെ ടൈം കൺസ്യൂമിംഗ് ആണ് അല്ലെ. സമയം അത്രയും കുറച്ച് മതി. അപ്പൊ അവരുടെ ആ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനെ നമുക്ക് ചിലപ്പോ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ ആ സമയം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കണം എന്ന് പറയുന്നത്. ദെൻ അടുത്ത പോയിന്റ്, ഫോർത്ത് പോയിന്റ് നോക്കിയേ. ഇറ്റ് വിൽ ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് എൻട്രി. എന്താണ്? ഇതിനൊരു സെപ്പറേറ്റ് എൻട്രി വേണം. അതാണ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് എൻട്രി. ആൻഡ് എക്സിറ്റ്. അതുപോലെ തന്നെ എന്ത് വേണം? എക്സിറ്റും വേണം അല്ലെ. വിത്ത് വൈഡ് കോറിഡോർസ്. വലിയ ഇടനാഴികൾ വേണം. ആൻഡ് വെയിറ്റിംഗ് സ്പേസ്. അതുപോലെ തന്നെ എന്ത് വേണം? വെയിറ്റിംഗ് സ്പേസും വേണം. ഇൻ കർട്ടേജ് ട്രാഫിക് കൺജഷൻ. എന്ത് കുറയ്ക്കാൻ? കർട്ടേജ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക അല്ലെ. ട്രാഫിക് കൺജഷൻ. എന്താണ് ട്രാഫിക് കൺജഷൻ എന്ന് പറയുന്നത്? അവിടെ എന്തെങ്കിലും തിരക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് വേണം? വൈഡ് ആയിട്ടുള്ള കോറിഡോർസ് ആവശ്യമാണ്, വെയിറ്റിംഗ് സ്പേസ് ആവശ്യമാണ്, പിന്നെന്താ? ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രി എക്സിറ്റ് വേണം.
ഓക്കെ. അപ്പൊ ഇതിനു വേണ്ടി ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു മെയിൻ എൻട്രൻസ് ഉണ്ടാവും അല്ലെ, കയറാനായിട്ട് ഒരു കവാടം ഉണ്ടാവും. എന്നാൽ കൂടി അവിടെ എപ്പോഴും എങ്ങനെ ആയിരിക്കും, വളരെ തിരക്കായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ ബ്ലഡ് ഡൊണേഷൻ നടന്ന ബ്ലഡ് ബാങ്കിൽ വരുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും, വളരെ അർജന്റ് ആയിട്ട് ബ്ലഡ് ആവശ്യമായിട്ട് വരുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് എന്താണ് ഇങ്ങനെയുള്ള ഒരു ട്രാഫിക് ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ ഒരു തടസ്സങ്ങൾ അല്ലെങ്കിൽ അവിടെ ഒരു എന്താണ് ഒരു തിരക്ക് ഉണ്ടാവാറുണ്ട്. ഒരു മെയിൻ എൻട്രി, ആ ഒരു മെയിൻ എൻട്രി അല്ലെങ്കിൽ ആ ഒരു മെയിൻ പ്രധാന കവാടത്തില് വണ്ടികൾ പോകുമ്പോഴും ആൾക്കാർ ഹോസ്പിറ്റൽ ടൈമുകളിൽ വണ്ടികൾ പോകുന്നുണ്ടാവും. അതുപോലെ ആളുകൾ മറ്റ് പേഷ്യൻസുകൾ വരുന്നുണ്ടാവും, പോകുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള തിരക്ക്, ആ ഒരു തിരക്കിൽ നിന്ന് മാറി എന്ത് ചെയ്യുന്നു, ഒരു സെപ്പറേറ്റ് എൻട്രി ഓർ എക്സിറ്റ് പാസേജ് എന്തിന് വേണം, ഈ ബ്ലഡ് ബാങ്കിനായിട്ട് വേണം. ഓക്കെ. പിന്നെ അതുപോലെ വൈഡ് കോറിഡോർസ് ആയിരിക്കണം, വലിയ ഇടനാഴികൾ ഉണ്ടായിരിക്കണം, വെയിറ്റിംഗ് റൂമുകൾ, ഇങ്ങനെ ബ്ലഡ് അന്വേഷിച്ച് വരുന്നവർക്ക് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള വെയിറ്റിംഗ് സ്പേസ് അല്ലെങ്കിൽ വെയിറ്റിംഗ് റൂമുകളും അവൈലബിൾ ആയിരിക്കണം. then അടുത്തത് പറയുന്നത് എന്താ, ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ് with minimum public entry so that there is no interference with the work of the lab technicians. അതെന്താണ് ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്, മസ്റ്റ് ബി സ്പേഷ്യസ് ആയിരിക്കണം അല്ലെ, വിശാലമായിരിക്കണം ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. എന്തുകൊണ്ട്, അവിടെ കുറെ അധികം ലാബ് വർക്കുകൾ ചെയ്യുന്നുണ്ട് അല്ലെ, ലബോറട്ടറിയും കൂടിയാണ് അല്ലെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതൊരു ഇടിഞ്ഞൊരു ചെറിയ അധികം സ്പേസ് ഇല്ലാത്തൊരു റൂം ആണെങ്കിൽ അതെല്ലാം പെർഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ബ്ലഡ് ബാങ്ക് എപ്പോഴും സ്പേഷ്യസ് ആയിരിക്കണം, കുറച്ചധികം വിശാലമായ ഒരു ഏരിയ ആയിരിക്കണം. വിത്ത് മിനിമം പബ്ലിക് എൻട്രി. എന്താണ്, പബ്ലിക്കിന്റെ എൻട്രി എങ്ങനെയായിരിക്കണം, വളരെ കുറവായിരിക്കണം വേണ്ടേ. അതായത് ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചില റൂമുകളിലേക്ക് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും അന്യർക്ക് പ്രവേശനമില്ല അല്ലെ, റെസ്ട്രിക്റ്റഡ് എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കില്ല. റെസ്ട്രിക്ഷൻ ഉണ്ട് അവിടെ, എല്ലാവർക്കും നമുക്ക് അവിടെ പ്രവേശിക്കാൻ പറ്റില്ല. വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് അവിടെ പ്രവേശനം ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടെയും പറയുന്നത്, മിനിമം പബ്ലിക് എൻട്രി ആയിരിക്കും. എല്ലാവർക്കും പ്രവേശനം നൽകില്ല. എന്നാൽ എന്താണ്, അത്യാവശ്യമായിട്ട് വരുന്ന 1 or 2 വ്യക്തികൾക്ക് മാത്രമേ അവിടെ പ്രവേശനം നൽകുള്ളൂ. ഇപ്പൊ ഒരു ബ്ലഡിന്റെ ആവശ്യമായിട്ട് 2 or 3 പേര് വരികയാണെങ്കിൽ അതിൽ ഒരാൾക്ക് ചിലപ്പോൾ പ്രവേശനങ്ങൾ കൊടുക്കും. അല്ലാതെ എല്ലാവരും ചെന്ന് അങ്ങനെ ഒരു പബ്ലിക് ആയിട്ട് ഒരു എൻട്രി മിനിമം ആക്കിയിട്ടാണ് എപ്പോഴും ഈ ബ്ലഡ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. That there is no interference the work of the lab technicians. Interference എന്ന് പറയുന്നത് എന്താ, തടസ്സപ്പെടുത്തുന്ന അല്ലെ, തടസ്സപ്പെടുത്തുന്ന എന്നാണ് ഇന്റർഫറൻസ്. ഇപ്പൊ ഇവിടെ എന്താ, നോ ഇന്റർഫറൻസ്, എന്താ, തടസ്സപ്പെടുത്താത്ത രീതിയിൽ. ആരുടെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിലാണ്, അവിടെ ബ്ലഡ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ലാബ് ടെക്നീഷ്യൻസ് ഉണ്ടാവുമല്ലോ, അവരുടെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ ആയിരിക്കണം അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലാബ് ടെക്നീഷ്യൻസിന്റെ വർക്കിനെ തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എങ്ങനെയായിരിക്കും, മിനിമം പബ്ലിക് എൻട്രി ആയിരിക്കും ബ്ലഡ് ബാങ്കിലേക്ക് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അതെങ്ങനെയായിരിക്കും, സ്പേഷ്യസ് ആയിരിക്കും അല്ലെ, വിശാലമായിരിക്കും ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കിയ ലൊക്കേഷൻ എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് എന്താ പറഞ്ഞത്, നമ്മുടെ ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം, സിറ്റുവേറ്റഡ് ഓൺ ദി ഗ്രൗണ്ട് ഫ്ലോർ അല്ലെ, താഴത്തെ നിലയിലായിരിക്കണം കാണപ്പെടേണ്ടത്. അതുപോലെ തന്നെ എന്താ, ഈസിലി വിസിബിൾ ആയിരിക്കണം അല്ലെ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇടത്തായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ വരേണ്ടത്. എന്താ, എന്തിനോടൊക്കെ ക്ലോസ് ആയിരിക്കണം എന്നാ പറയുന്നത്, ഇമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാഷ്വാലിറ്റിയോട്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിനോട്, ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിനോടൊക്കെ വളരെ ക്ലോസ് ആയിട്ടായിരിക്കണം ഈ ബ്ലഡ് ബാങ്ക് ലൊക്കേഷൻ വരേണ്ടത്. എന്താണ് പറഞ്ഞത്, അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ബ്ലഡ് ബാങ്കിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് വേണം അല്ലെ. അതുപോലെ തന്നെ വൈഡ് കോറിഡോർസ് അല്ലെങ്കിൽ വലിയ ഇടനാഴികൾ വേണം. ആൻഡ് വെയിറ്റിംഗ് സ്പേസും ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വന്നത്, എന്താണ്, ട്രാഫിക് കൺജഷൻ അല്ലെങ്കിൽ തിരക്കുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രി എക്സിറ്റ് ബ്ലഡ് ബാങ്കിന് ആവശ്യമാണ്. Then it must be spacious with minimum public entry അല്ലെ. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക് എങ്ങനെയായിരിക്കണം, സ്പേഷ്യസ് ആയിരിക്കണം, വിശാലമായിരിക്കണം. അതുപോലെ അവിടെ വർക്ക് ചെയ്ത ലാബ് ടെക്നീഷ്യൻസിന്റെ വർക്കിനെ ഇന്റർഫിയർ ചെയ്യുന്ന അല്ലെങ്കിൽ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിലുള്ള എന്താ, മിനിമം പബ്ലിക് എൻട്രി ആയിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ്, റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള എൻട്രി ആയിരിക്കും. എല്ലാവർക്കും അവിടെ പ്രവേശനം ഉണ്ടായിരിക്കില്ല. വളരെ അത്യാവശ്യമായി വരുന്ന 1 or 2 ആളുകൾക്ക് മാത്രമാണ് അവിടെ പ്രവേശനം ഉണ്ടായിരിക്കുക. അപ്പൊ അതും എന്തിലെ പറയുന്നത്, ലൊക്കേഷനിൽ ഉൾപ്പെടുന്നുണ്ട് ബ്ലഡ് ബാങ്കിന്റെ. അടുത്തതാണ് എന്ത്, ഓർഗാനോഗ്രാം.
ഓർഗാനോഗ്രാം എന്താണെന്ന് നോക്കി, നിങ്ങളൊരു പിക്ചർ ആയിട്ടല്ലേ തന്നിരിക്കുന്ന ഒരു ഡയഗ്രാം ആണ് അല്ലെ ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്തോ, ഓർഗാനോഗ്രാം എന്നൊന്ന് എഴുതിയേ നോട്ടില്. ഓർഗാനോഗ്രാം, നിങ്ങൾക്കിവിടെ ഓർഗാനോഗ്രാം എന്താണെന്ന് പറഞ്ഞു തന്നിട്ടില്ല, ജസ്റ്റ് ആ ഒരു പിക്ചർ മാത്രമാണ് കാണുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഓർഗാനോഗ്രാം എന്നൊന്ന് എഴുതി വെച്ചേ. ഓർഗാനോഗ്രാം എഴുതിയ ഓർഗാനോഗ്രാം, എ ഡയഗ്രാം. ഓർഗാനോഗ്രാം എന്താണെന്ന് എഴുതാം, എ ഡയഗ്രാം. A diagram that shows a diagram that shows the structure of an organization. The structure of an organization. A diagram that shows the structure of an organization. The structure of an organization. And relationships between the relationships between the different peoples, comma, departments, different peoples, comma, departments, and jobs at different levels within that organization. ഒന്നുകൂടി പറയാം, എന്താണ് ഓർഗാനോഗ്രാം? എ ഡയഗ്രാം that shows the structure of an organization and relationship between the different peoples, comma, departments and jobs at different levels within that organization. Okay, within that organization. അപ്പൊ നമ്മളിവിടെ ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ഏതൊരു ഓർഗനൈസേഷന്റെ ഭാഗമാണ്? ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ഘടന എങ്ങനെയാണ്, എന്താണ് അതിന്റെ ഘടനയുടെ ഉള്ളില് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ബന്ധം അല്ലെ, ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റിനുള്ളിലുള്ള ആളുകളുടെ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അവരുടെ വർക്കുകൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അതിന്റെ ഒരു ഡിഫറെന്റ് ലെവലുകൾ അല്ലെ, അതൊരു ലെവലായി അവരുടെ ഓരോ ഡ്യൂട്ടിക്ക് അനുസരിച്ച് അതിന് താഴെ ആര് വരുന്നു, അങ്ങനെയുള്ള ഓരോ ഡ്യൂട്ടിയുടെ അനുസരിച്ച് എന്ത് ചെയ്യും, അതൊരു ഡയഗ്രമാറ്റിക് ആയിട്ട് നമ്മൾ ആ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിനെ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്നു. അതിനെയാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കി ഓർഗാനോഗ്രാം എന്തിന്റെ ഓർഗാനോഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്? ബ്ലഡ് ബാങ്കിന്റെ അല്ലെ. അപ്പൊ ബ്ലഡ് ബാങ്കിന്റെ ഓർഗാനോഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള ഒരു പിക്ചർ അല്ലേ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ എന്താണ് പറയുന്നത്? ഈ ബ്ലഡ് ബാങ്കില് വർക്ക് ചെയ്യുന്ന അല്ലെ ലെവൽസ് വിത്തിൻ ദാറ്റ് ഓർഗനൈസേഷൻ. ഓക്കെ, ഒന്നുകൂടി പറയാം ഓർഗാനോഗ്രാം എന്താണെന്ന്. A diagram that shows the structure of an organization and relationship between the different peoples, departments and jobs at different levels within that organization. Okay, അപ്പൊ ഈ ഓർഗാനോഗ്രാമില് നമ്മള് ബ്ലഡ് ബാങ്കിന്റെ ഓർഗാനോഗ്രാം ആണ് ഇവിടെ കാണുന്നത് അല്ലെ. അപ്പൊ ഈ ബ്ലഡ് ബാങ്കിന്റെ ഓർഗാനോഗ്രാമില് എന്തൊക്കെയാണ് കാണുന്നത്? അവിടെ അവരുടെ ജോലി അല്ലെ, അവരുടെ ആ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അവിടെ ആ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ആണ് കാണുന്നത് അല്ലെ. എന്താണ് ഓരോരുത്തരുടെയും ബന്ധം എങ്ങനെയാണ്, അവരുടെ ജോലി സംബന്ധമായിട്ട് അവർ ഏത് ലെവലിലാണ് വരുന്നത്, ഹയർ ലെവലിൽ വരുന്നവരുണ്ട്, ലോവർ ലെവലിൽ വരുന്നവരുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഈ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആയിട്ട് ഓർഗാനോഗ്രാമിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓർഗാനോഗ്രാമിൽ എന്തൊക്കെയാ പറഞ്ഞത്? ഓർഗാനോഗ്രാമില് എന്താണ്? ഡയഗ്രാം അല്ലെ, ഇതൊരു ഡയഗ്രാം ആണ്. ദാറ്റ് ഷോസ് the structure of an organization അല്ലെ, ഒരു ഓർഗനൈസേഷന്റെ ഘടന എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്.
എന്ത് തമ്മിലുള്ള അതേപോലെ തന്നെ എന്താണ് ആൻഡ് റിലേഷൻഷിപ്പ്, ഘടനയും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധങ്ങൾ എന്തുമായിട്ടുള്ള ബന്ധങ്ങളാണ്? ഡിഫറെന്റ് പീപ്പിൾ അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാം, ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആവാം, ആൻഡ് ജോബ്സ് അല്ലെ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാം, അറ്റ് ഡിഫറെന്റ് ലെവൽസ് അല്ലെ ഓരോ ലെവലിലുമുള്ള ആളുകളുടെ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പുകൾ വിത്തിൻ ദാറ്റ് ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ നമ്മൾ കാണിക്കുന്ന ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനിൽ കാണിക്കുന്നു. അതാണ് ഓർഗനോഗ്രാം എന്ന് പറയുന്നത്. ഓർഗനോഗ്രാം ഒന്ന് നോക്കിയേ, ഏതാണ് ബ്ലഡ് ബാങ്കിന്റെ ഓർഗനോഗ്രാമിൽ ഫസ്റ്റ് വരുന്നത് ആരാണ്? മെഡിക്കൽ ഡയറക്ടർ അല്ലെങ്കിൽ MD എന്ന് പറയുന്നത് നമ്മൾ മെഡിക്കൽ ഡയറക്ടർ ആണ് ആദ്യമായി ഓർഗനോഗ്രാമിന്റെ ആദ്യത്തെ ലെവലിൽ വരുന്നത്. അതിനുശേഷം ആ മെഡിക്കൽ ഡയറക്ടർ താഴെയായി വരുന്നത് ആരാണ്? HOD അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നു. ഓക്കെ, ഇതിന്റെ ഒരു ഷോർട്ട് വേർഡ്സ് എക്സ്പാൻഡ് ചെയ്യാനുണ്ടാവും ക്വസ്റ്റ്യൻസ്. അപ്പൊ HOD അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ ഡയറക്ടറുടെ കീഴിലായിട്ട് വരുന്ന വ്യക്തി. അടുത്തത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിൽ താഴെയായിട്ട് വരുന്നത് ആരാണ്? ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അതാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് ആണ് എന്ത്? HOD അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് താഴെയായിട്ട് വരുന്നത്. ഈ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലെ ചീഫിന് താഴെയായിട്ട് 3 വ്യക്തികൾ വരുന്നുണ്ട്. ആരൊക്കെയാണെന്ന് നോക്കിയേ. BTO ദാറ്റ് ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ വരുന്നുണ്ട്, ക്വാളിറ്റി മാനേജർ വരുന്നുണ്ട്, ആൻഡ് ടെക്നിക്കൽ സൂപ്പർവൈസർ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം ആരാണ് വന്നത്? MD അല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടർ വന്നു. അദ്ദേഹത്തിന് കീഴിലായിട്ട് ആരാ വന്നേ? ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ HOD ആണ് വർക്ക് ചെയ്യുന്നത്. ഈ HODക്ക് കീഴിലായിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചീഫ് ആണ്. ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചീഫിന് കീഴിലായിട്ട് 3 പേര് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരേ ലെവലിൽ നിൽക്കുന്നവരാണ്. BTO അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, ദെൻ ക്വാളിറ്റി മാനേജർ, ആൻഡ് ടെക്നിക്കൽ സൂപ്പർവൈസർ. ഇനി BTOയുടെ കീഴിൽ നോക്കിയേ. BTO അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസറുടെ കീഴിൽ വരുന്ന 2 പേരാണ്. അത് ടെക്നീഷ്യൻസ് വരുന്നുണ്ട് അല്ലെ. BTOയുടെ കീഴിലാണ് ടെക്നീഷ്യൻസിന്റെ സ്ഥാനം വരുന്നത്. ഇനി ടെക്നീഷ്യൻസിന്റെ കീഴിലായിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? അസിസ്റ്റന്റ് ടെക്നീഷ്യൻസ് വർക്ക് ചെയ്യുന്നത്. ദെൻ ഇവിടെ ബ്ലഡ് എന്താണ് ടെക്നിക്കൽ സൂപ്പർവൈസറിനെ നോക്കിയേ. ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ ആരാ വരുന്നത്? ക്ലർക്ക് വരുന്നുണ്ട്, നഴ്സസ് വരുന്നുണ്ട്, PRO എന്താണ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ അല്ലെ. അപ്പൊ PRO വരുന്നുണ്ട്. ഇവര് 3 പേര് ടെക്നിക്കൽ സൂപ്പർവൈസറിന് കീഴിൽ വരുന്നത്. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് 2 ടൈപ്പ് വരാം. ഒന്ന് ഈ BTO, HOD, PRO എന്നിവ പോലെയുള്ളതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ് ചോദിക്കാം. ദെൻ അതല്ലാതെ എന്താ ചോദിക്കുക, ഇപ്പൊ ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ BTOയുടെ കീഴിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് എന്ത് ചെയ്യാം? ചോദിക്കാം. ദെൻ മറ്റൊരു ഓപ്ഷൻ വരാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു ക്രോണോളജി ഓർഡറില്ലേ, ആ ഓർഡർ തിരിച്ചു ചോദിക്കാം. ഓക്കെ, തിരിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ആ ഓർഡർ കറക്റ്റ് ചെയ്യാനായിട്ടും ക്വസ്റ്റ്യൻസ് ഈ ഒരു ഓർഗാനോഗ്രാമിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ PRO എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻസ് ഓഫീസർ, പബ്ലിക് റിലേഷൻ ഓഫീസർ. ഓക്കെ, PRO പബ്ലിക് റിലേഷൻ ഓഫീസർ. BTO ആണെങ്കിലോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, HOD ആണെങ്കിലോ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഓർഗാനോഗ്രാം എന്താണെന്ന് കിട്ടിയോ? ഓർഗാനോഗ്രാം എന്താണ്? ഇതൊരു ഡയഗ്രാം അല്ലെ. ഡയഗ്രാം ദാറ്റ് ഷോസ് ദ സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഡിഫറെന്റ് പീപ്പിൾസ്, ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ജോബ്സ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് വിത്തിൻ ദാറ്റ് ഓർഗനൈസേഷൻ അല്ലെ. ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആ ആളുകൾ തമ്മിലുള്ളതായിക്കോട്ടെ, ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ളതായിക്കോട്ടെ, ജോബുകൾ തമ്മിലുള്ളതായിക്കോട്ടെ, ഒരു റിലേഷൻഷിപ്പ് അല്ലെ, അവരുടെ തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെ പല ലെവൽ ഡിഫറെന്റ് ലെവലിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയഗ്രമാറ്റിക് ആയിട്ട് കാണിക്കും. അതാണ് ഓർഗാനോഗ്രാം ചെയ്യുന്നത്. ഇതൊരു ബ്ലഡ് ബാങ്കിന്റെ ഓർഗാനോഗ്രാം ആണ്. ഓക്കെ, ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? നിങ്ങൾ അടുത്ത ദിവസം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓർഗാനോഗ്രാം എന്താണെന്ന് നിങ്ങൾ എഴുതി അല്ലെ. അതിന് താഴെയായിട്ട് ഇതെന്ത് ചെയ്യാ? ഈ ഓർഗാനോഗ്രാം ഒന്ന് വരച്ചു വെക്കുക കേട്ടോ, എഴുതി വെക്കുക. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ ഈ കോളം ഒന്നും വരച്ച് എഴുതി വെക്കേണ്ട. ജസ്റ്റ് എന്താ മെഡിക്കൽ ഡയറക്ടർ, അത് കഴിഞ്ഞ് ഒരു ആരോ ഇട്ടിട്ട് അതിന് കീഴിൽ വരുന്ന ആരാണ്? HOD വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന് കീഴിൽ വരുന്ന ആരാണ്? അങ്ങനെ ഒരു എന്താ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നോട്ടിലോട്ട് എന്തായാലും എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, ഓർഗാനോഗ്രാം. അപ്പോ ഇന്ന് എടുത്ത ക്ലാസ്സുകളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയണോ?
ക്ലിയർ ആയോ എന്റെ അടുത്തത്? ഇനി ആർക്കും ഇല്ല ഡൗട്ട്സ്? മനസ്സിലായത് കൊണ്ടാണോ ഡൗട്ട്സ് ഇല്ലാത്തത്, അതോ ഒന്നും മനസ്സിലാവാത്തത് കൊണ്ടാണോ? രണ്ട് ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലെ? ക്ലിയർ ആയിരുന്നു? മാം ഫസ്റ്റ് പോർഷൻ സ്വിഫ്റ്റ് റെസ്പോൺസ് ഒന്ന് പറയാവോ? സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. അപ്പൊ ബ്ലഡ് കമ്പോണൻസ് ഏതൊക്കെയാണ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ. പ്രധാനമായിട്ടുള്ള ബ്ലഡ് കമ്പോണൻസ് ഈ 4 എണ്ണമാണ്. അപ്പൊ ഈ 4 എണ്ണത്തിനും അതിൻ്റെതായ ഓരോ ഫംഗ്ഷനുകളുണ്ട്. നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ, ഫർദർ ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ ഫംഗ്ഷൻസും പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ 4 കമ്പോണൻസും എല്ലാ പേഷ്യൻസിനും ചിലപ്പോൾ ഈ എല്ലാ കമ്പോണൻസും ആവശ്യമായിട്ട് വരില്ല. അപ്പൊ ഏതെങ്കിലും ഒരു കമ്പോണന്റ് ആയിരിക്കും ചിലപ്പോൾ ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പോണന്റിന്റെ ഏത് കമ്പോണന്റിന്റെയാണോ അവിടെ റിക്വസ്റ്റ് വരുന്നത് അല്ലെ, ആവശ്യം ഏത് കമ്പോണന്റിയാണോ ആവശ്യമായിട്ട് വരുന്നത്, അപ്പൊ ഉടനെ തന്നെ എന്ത് ചെയ്യണം, അതിനുള്ള റെസ്പോൺസ് അല്ലെ, പെട്ടെന്ന് അതിന്റെ റെസ്പോൺസ് അല്ലെങ്കിൽ പെട്ടെന്ന് ആ ബ്ലഡ് ആ കമ്പോണന്റ് ഏതാണോ അത് കൊടുക്കാനായിട്ട് അല്ലെ, ആ ഒരു അറ്റ ടൈം തന്നെ കൊടുക്കണം അല്ലെ. അല്ലാതെ നമുക്ക് ഇന്നും ആ നാളാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ബ്ലഡ് ബാങ്ക് ആണ് അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ബ്ലഡ് ബാങ്കിലോട്ട് ഏതെങ്കിലും ഒരു കമ്പോണന്റ് വേണം, ബ്ലഡ് കമ്പോണന്റ് വേണം എന്നുള്ള ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ലഭ്യമാക്കുക, ആ ചോദിച്ച റിക്വസ്റ്റ് ചെയ്ത ആൾക്ക് ഉടനെ അത് ലഭ്യമാക്കുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ബ്ലഡ് ബാങ്കിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. പെട്ടെന്ന് തന്നെ അതിനുള്ളൊരു റെസ്പോൺസ് അല്ലെങ്കിൽ മറുപടി കൊടുക്കണം, അല്ലെങ്കിൽ എന്താണ് ഏത് ബ്ലഡ് കമ്പോണന്റ് ആണോ ആവശ്യമായിട്ട് വരുന്നത് അത് അവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടത് ബ്ലഡ് ബാങ്കാണ്. ക്ലിയർ? യെസ് മാം. മാം കോഷ്യസ് ഡെലിവറി കോഷ്യസ് ഡെലിവറി എന്ന് പറഞ്ഞാൽ വളരെ സേഫ്. കോഷ്യസ് എന്നതിന്റെ അർത്ഥം സേഫ് ആണെന്നാണ്, സേഫ് ഡെലിവറി എന്നാണ്. അപ്പൊ എന്താണ് അവിടെ ബ്ലഡ് കമ്പോണൻസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അല്ലെ, ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കുറെ അധികം പ്രൊസീജിയേഴ്സും ടാസ്കുകളൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ വരുന്ന ബ്ലഡിന്റെ ആ ടാസ്കുകളിലൊക്കെ ചെയ്യുമ്പോൾ അത് എപ്പോഴും സേഫ് ആയിട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ ഡെലിവറി നടത്തുന്ന സമയത്ത് ബ്ലഡ് ഏതെങ്കിലും കമ്പോണൻസ് നമ്മൾ ഡെലിവറി അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻസ് ഒക്കെ നടത്തുന്ന സമയമാണെങ്കിലും അതുപോലെ തന്നെ ആ ബ്ലഡ് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്ത് വേർതിരിക്കുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും അത് എപ്പോഴും എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത് ബ്ലഡ് കമ്പോണൻസ് ഹാൻഡിൽ ചെയ്യുമ്പോഴും ഡെലിവറി നടത്തുന്ന സമയത്തും വളരെ സേഫ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് പ്രധാന ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. ക്ലിയർ? യെസ് മാം. മാം സെക്കൻഡ് പോയിന്റ് ഒന്ന് പറയാമോ? ഏതിന്റെയാണ്? ഫംഗ്ഷൻസിലാണോ സെക്കൻഡ് പോയിന്റ് ചോദിച്ചത്? അല്ല, ഇപ്പം പറഞ്ഞ കൂട്ടത്തില് വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾ ആൻഡ് ഓക്കെ. വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നതിന് മുൻപ് ഓക്കെ, അവിടെ ബ്ലഡിന്റെ ട്രാൻസ്ഫർ നടന്നിട്ടില്ല, അതിന് മുൻപ് എന്താണ് വരുന്ന സാമ്പിൾസ് ഇല്ലേ, ഡൊണേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ബ്ലഡ് സാമ്പിൾ ഇല്ലേ, അതിന് എന്ത് ചെയ്യും, നമ്മള് ചില ചെക്കപ്പുകൾ നടത്തും, പ്രിലിമിനറി ടെസ്റ്റുകൾ നടത്തും. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നടത്തുന്നത്? വാലിഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അർത്ഥം. അപ്പൊ ചെക്ക് ചെയ്യും ഈ പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ. ഏത് ബ്ലഡ് സാമ്പിൾ ആണോ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഏത് സാമ്പിൾ ആണോ നമുക്ക് ആദ്യമായിട്ട് അവിടെ കിട്ടുന്നത്, ആ സാമ്പിളിനെ ഉടനെ നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ നടത്തില്ല, മറിച്ച് അവിടെ എന്ത് ചെയ്യും, ആ ട്രാൻസ്ഫ്യൂഷന് മുൻപ് ചില ടെസ്റ്റുകൾ നടത്തും. അതിനെന്തിനൊക്കെ ടെസ്റ്റുകൾ നടത്തുന്നത്? അത് ഏത് ഗ്രൂപ്പിൽ വരുന്നു എന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഏത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും ടൈപ്പുള്ള വൈറസുകളോ ബാക്ടീരിയയുടെ ഒക്കെ പ്രസൻസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ടെസ്റ്റുകൾ പ്രിലിമിനറി ടെസ്റ്റുകളിലൂടെ കടത്തിയിട്ടാണ് അതിനുശേഷം മാത്രമാണ് ഇത് ട്രാൻസ്ഫ്യൂഷന് വേണ്ടി ഈ ബ്ലഡ് ഉപയോഗിക്കുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സാമ്പിൾസിനെ എന്ത് ചെയ്യണം, പ്രീ ട്രാൻസ്ഫ്യൂഷൻ മുൻപ്, ട്രാൻസ്ഫ്യൂഷന് മുൻപ് അവിടെ ചെക്കപ്പുകൾ അല്ലെങ്കിൽ ചെക്കിങ്ങുകൾ നടത്തേണ്ടത് ആരുടെ ഫംഗ്ഷനാണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനാണ്. രണ്ടാമതായിട്ട് ആ പെൺകുട്ടിയിൽ തന്നെ പറയുന്നത് എന്താണ്? ആവശ്യമായിട്ടുള്ള ബ്ലഡും ബ്ലഡ് പ്രൊഡക്ട്സും, എത്രത്തോളം ബ്ലഡ് പ്രൊഡക്ട്സും ബ്ലഡ് ഗ്രൂപ്പുകൾ കമ്പോണന്റ് ആണോ ആവശ്യമായിട്ട് വരുന്നത് അതിനനുസരിച്ച് ആ ബ്ലഡ് ബാങ്കില് അത്തരം ബ്ലഡിന്റെയും കമ്പോണൻസിന്റെയും ലഭ്യത എപ്പോഴും എങ്ങനെയായിരിക്കും ഉറപ്പുവരുത്തണം. അത്രയും അധികം ബ്ലഡ് കമ്പോണൻസ് എത്രത്തോളം ആവശ്യമായിട്ട് വരുന്നോ അതിനനുസരിച്ച് എപ്പോഴും ബ്ലഡ് ബാങ്കിൽ ഇങ്ങനെയുള്ള കമ്പോണൻസ് അവൈലബിൾ ആയിരിക്കണം. അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ളത് എന്ത് ചെയ്യണം, എന്തെങ്കിലും ഷോർട്ടേജ് വരാണെങ്കിൽ അതിനൊക്കെ നികത്തി ആവശ്യമായിട്ടുള്ള ബ്ലഡിനെയും ബ്ലഡ് പ്രൊഡക്ട്സിനെയും എന്ത് ചെയ്ത് വെക്കണം, റിസർവ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് ബ്ലഡ് ബാങ്കിൽ വെച്ചിരിക്കണം, അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി അല്ലെ, രണ്ട് ബ്ലഡുകൾ തമ്മിൽ ചേരുമ്പോൾ അവിടെ എന്തെങ്കിലും റിയാക്ഷൻസോ കാര്യങ്ങളോ നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു, കറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു, വിലയിരുത്തുന്നു എന്നുള്ളതാണ് അടുത്ത പോയിന്റ് പറയുന്നത് കേട്ടോ. ഓക്കെ.
ഇനി എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയണോ? ക്ലിയർ ആവുന്നുണ്ടോ? ലൊക്കേഷനിലെ ലാസ്റ്റ് പോയിന്റ് ഒന്ന് പറയോ? ലൊക്കേഷനില് ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ് ആയിരിക്കണം. നമ്മൾ എന്താ പറഞ്ഞ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് അവിടെ കുറെ അധികം ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യുന്ന ഒരു ലബോറട്ടറി തന്നെയാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ ഒരു ലാബിന്റെ ഒരു അന്തരീക്ഷമല്ലേ, ലാബ് ടെക്നീഷ്യൻസ് ഉണ്ടാവും, ഒരു ലബോറട്ടറിയും ഉണ്ട് അതിൻ്റെ ഉള്ളില്. അപ്പൊ ആ ഒരു ലബോറട്ടറി അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്പേസ് ആണെങ്കിൽ അവിടെ അത്രയും പ്രൊസീജിയേഴ്സ് നടക്കോ? ഇല്ല. അതിന് വേണ്ടിയിട്ട് അവിടെ എന്താണ് ഒരു സ്പേഷ്യസ് അല്ലെങ്കിൽ ഒരു വിശാലമായിട്ടുള്ള ഒരു റൂം ആയിരിക്കണം. ഈ ബ്ലഡ് ബാങ്ക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് വിശാലമായിട്ടുള്ള രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് മിനിമം പബ്ലിക് എൻട്രി നമ്മൾ കണ്ടിട്ടില്ലേ? ഓരോ ഹോസ്പിറ്റലിൽ ചില റൂമുകളുടെ ഫ്രണ്ടിലൊക്കെ റെസ്ട്രിക്റ്റഡ് എൻട്രി അല്ലെങ്കിൽ പ്രവേശനം, അന്യർക്ക് പ്രവേശനമില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടില്ലേ? അപ്പൊ അതെന്തുകൊണ്ടാണ്? അതിനുള്ളിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവരുത് അല്ലെ. ഇപ്പൊ ഇവിടെ ബ്ലഡ് ബാങ്കിലാണെങ്കിൽ അവിടെ ലാബ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ലാബില് ലാബ് ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ വർക്ക്, ഈ ലാബ് ടെക്നീഷ്യൻസ് ചെയ്യുന്ന ആ ഒരു വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ ആയിരിക്കണം അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെ ലാബ് ടെക്നീഷ്യൻസിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ വരുത്തേണ്ടത് കൊണ്ട് തന്നെ അവിടെ മിനിമം പബ്ലിക് എൻട്രി ആയിരിക്കും വേണ്ടത്. എന്താണ്? എല്ലാവരെയും എന്ത് ചെയ്യില്ല, അവിടെ എൻട്രി കൊടുക്കില്ല. ഇപ്പൊ ഒരു ബ്ലഡ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോൾ 1-2 പേര് വന്നിട്ടുണ്ടെങ്കിൽ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളായിരിക്കും എന്ത് ചെയ്യുക, അവിടെ ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യവും പറഞ്ഞിട്ട് അതിനുള്ളിലേക്ക് പ്രവേശനം കൊടുക്കുള്ളൂ. ആരെങ്കിലും ഒരാൾ ചെന്ന് അവരുടെ ആവശ്യം പറയുന്നു, തിരിച്ചു പോരുന്നു. അല്ലാതെ എന്താണ് ഒത്തിരി പേര് വന്ന് അവിടെ ഒരു ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ഒരു സ്പേസ് അവിടെ കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മിനിമം പബ്ലിക് എൻട്രി, വളരെ കുറച്ച് പേർക്ക് മാത്രമേ എൻട്രി കൊടുക്കുന്നുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം ഓർഗാനോഗ്രാം വരച്ചിട്ട് വരാം കേട്ടോ. താങ്ക് യു മാം. Thank you. Thank you, ma'am. ഹലോ മാം. ഈ ക്ലർക്ക് നഴ്സസ് പ്രോ എന്താണ്? പ്രോ അല്ല, അത് PRO എന്നാ വായിക്കുക. പബ്ലിക് റിലേഷൻ ഓഫീസർ. ഓക്കെ ഓക്കെ.